നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇപ്പൊ ഇങ്ങനെ ചെയ്യും? നിന്റെ ഉദ്ദേശം എന്താ? ഷു മിണ്ടരുത്. താങ്കൾ എന്നെ കിസ് ചെയ്തപ്പോൾ ഇതുപോലെ എന്നോട് അനുമതി ചോദിച്ചിട്ടാണോ ചെയ്തത്? ഇല്ലല്ലോ. തനിക്കല്ലേ വേണമെന്ന് നിർബന്ധം വരുന്നത്. താൻ ചോദിച്ചു, ഞാൻ തന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഒച്ചയുണ്ടാക്കി എല്ലാവരെയും അറിയിക്കാൻ നിൽക്കേണ്ട. തൊട്ടടുത്ത് ക്ലാസ് റൂമാ, എല്ലാവരും കൂടെ ഇങ്ങ് ഓടി വരും. പിന്നെ പ്രൊഫസറിനത് ചീത്തപ്പേരാകും കേട്ടോ. പിന്നെ പ്രൊഫസർ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയെല്ലാം നമുക്കങ്ങ് വീട്ടിൽ ചെന്നിട്ട് തീരുമാനിക്കാം. എന്നാ ഞാൻ അങ്ങോട്ട് പോവട്ടെ സാറേ? ഓ, അപ്പൊ നീ ഒരുമെട്ടാണല്ലേ? നമുക്ക് കാണാം. ഓ, നമുക്ക് കാണാം. അല്ല, ഇനിയും കാണണം. ബൈ ദ ബൈ ഗായ്സ്, ഇവിടെ നിർത്തി പോയിട്ട് കുറച്ച് സമയമായി. അതിനെപ്പറ്റി വല്ല ചിന്തയും നിങ്ങൾക്കുണ്ടോ? എന്നാലും ഇവൾക്ക് ഇതിന് മാത്രം എന്തായിരിക്കും അയാളോട് പറയാനുണ്ടാവുക? ഇതിലിപ്പോ ഇത്ര എന്ത് ചിന്തിക്കാനിരിക്കുന്നു? അയാൾക്കിട്ട് പണി കൊടുക്കാൻ തന്നെ പോയത് അവള്. ആ, അത് ശരിയാണ്. അതാണ് സത്യാവസ്ഥ. അല്ല, ദേ വരുന്നുണ്ടല്ലേ മാലാഖ. ഡി, നീ ഇത് എവിടെ പോയേക്കുമായിരുന്നു ഇത്രയും നേരം? ഇത്ര നേരത്തെ സ്വകാര്യം പറിച്ചിട്ടോ നിനക്ക് അയാളോട്? അതും ഞങ്ങളാരും അറിയാൻ പാടില്ലാത്ത എന്ത് രഹസ്യമോ നിനക്ക് അയാളോട് പറയാനുള്ളത്? ദേ, ഞാനൊരു കാര്യം പറയാം. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. അല്ലേ തന്നെ മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചിരിക്കുക. എടാ, എന്നെ അയാൾ വെറുതെ ടോർച്ചർ ചെയ്യുവാടാ. ചുമ്മാ ആവശ്യമില്ലാതെ ഓരോന്നൊക്കെ പറഞ്ഞ് എനിക്കിടെ ദേഷ്യം വരുന്നു. ഒന്നും അങ്ങോട്ട് പ്രതികരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അങ്ങേര് ഇന്നലെ ചെയ്തൊക്കെ വിളിച്ച് പറയാനാ ഞാൻ അങ്ങനെ പേഴ്സണലായിട്ട് കാണണമെന്ന് പറഞ്ഞത്, അല്ലാതെ മറ്റൊന്നിനുമല്ല. ഇതൊക്കെ പറയുമ്പോഴെങ്കിലും അങ്ങേർക്കൊരു കുലുക്കം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. എവിടെ, അങ്ങേര് കുലുങ്ങിയില്ല, അനങ്ങിയില്ല. ഞാനാ പെട്ടത് മൊത്തം. പിന്നെ വാശിക്ക് ജയിക്കാൻ വേണ്ടി ഞാനും അങ്ങേരുടെ അടുത്ത് തോന്നിയ പോലെയൊക്കെ പറഞ്ഞു. മാത്രമല്ല, ഞാൻ അങ്ങനെ കയറി ഉമ്മിച്ചടാ. എന്തോന്ന്? നീ അങ്ങനെ കയറി ഉമ്മിച്ചെന്നോ? എത്ര കൂളായിട്ടാണ് നീ ഇതൊക്കെ പറയുന്നേ? കോളേജ് ആണെന്ന് പോകുന്നെങ്കിൽ നിനക്കുണ്ടോ? എന്റെ ദൈവമേ, ഇനി എന്തൊക്കെ കാണുമാവോ? എന്നാലും അച്ചു, നീയാണ് ഇതൊക്കെ പറയുന്നത്? എങ്ങനെയാണ് ഇതൊക്കെ എങ്ങനെ പോസിബിൾ ആകും? എടാ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലടാ എൻ്റെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു. പറ്റിപ്പോയതാ, വേണോന്ന് വെച്ചിട്ടല്ലടാ. പറ്റിപ്പോയതാണെങ്കിലും അല്ലെങ്കിലും ഇനി അങ്ങേര് നിന്നെ വെറുതെ വിടുന്നു തോന്നില്ല മോളെ. ഇനി വരാനുള്ളതൊക്കെ അനുഭവിച്ചോ, അത്രേ പറയാനുള്ളൂ. മാധവ, നമുക്ക് വൈകാതെ തന്നെ ജോത്സ്യരെ ഒന്ന് കാണാൻ പോകണം. കുട്ടികളുടെ ജാതകം നോക്കണം, പിന്നെ അവിടെ കല്യാണത്തിനുള്ള ദിവസമൊക്കെ കുറിക്കണ്ടേ. ആ മഹി, നമുക്ക് അധികം വൈകാതെ തന്നെ ജോത്സ്യരെ കാണാൻ പോകാം. എന്തു പറയുന്നു? ആ മഹി, അപ്പോൾ നമുക്ക് ഒരു ദിവസം നോക്കാം, എന്നിട്ട് അങ്ങോട്ടേക്ക് പോകാം. അല്ല, അച്ചുമോൾ ഇവിടെ എന്താ ചെയ്യുന്നേ? ഏയ്, ഒന്നുമില്ല മഹീച്ച. ഞാൻ വെറുതെ ഇതുവഴി പോയപ്പോൾ നിങ്ങൾ സംസാരിക്കുകയെന്ന് കണ്ടു. അപ്പം പിന്നെ വെറുതെ ഇവിടെ നിന്നേ ഉള്ളൂ. നിങ്ങൾ കല്യാണത്തെ പറ്റിയാണ് സംസാരിച്ചല്ലേ? അല്ലേലും ഒളിഞ്ഞു നോക്കാൻ നീ പണ്ട് മുതലേ ബെസ്റ്റ് ആണല്ലോ. ഇതെവിടുന്ന ഒരു അശരീരി? ഓ, ഇങ്ങേരായിരുന്നോ? ഞാൻ ഒളിഞ്ഞു നോക്കാനൊന്നും വന്നതല്ല. ഇതുവഴി പോയപ്പോൾ അവരെന്തോ സംസാരിക്കുന്ന കേട്ടു, അതുകൊണ്ട് ഇവിടെ നിന്ന് പോയതാ. ഡാ, ചുമ്മാതിരിക്കേ. നീ എന്തിനാ എപ്പോഴും മോളോട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? ഇവിടെ വിലക്ക് നിർത്താൻ നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ മോനെ. ഞങ്ങളൊക്കെ ഇവളുടെ മുന്നിൽ വാദിച്ച് തോറ്റ് മുട്ടുകുത്തിയ ആൾക്കാരാ. വാദിച്ച് ജയിക്കാൻ ഇവളുടെ മുന്നിൽ കുറച്ച് പ്രയാസമാണ്. പക്ഷെ നീ അത് സാധിച്ചെടുത്തു. പറയും പോലെ സംഗീത മോൻ അച്ഛൻ്റെ കോളേജിലല്ലേ ജോയിൻ ചെയ്തിരിക്കുന്നത്? അപ്പോൾ അച്ഛൻ്റെ ക്ലാസ് അറിയായിരിക്കുമല്ലോ. ആ അങ്കിൾ, ഞാൻ അവളുടെ കോളേജിൽ തന്നെയാ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നത്. അത് മാത്രല്ല, ഞാൻ അവളുടെ ഇപ്പോഴത്തെ ക്ലാസ് ട്യൂട്ടറാ. ഭാഗ്യവശാൽ അർച്ചന എന്റെ ക്ലാസ്സിൽ തന്നെയാ. ആഹാ, അതെന്തായാലും നന്നായി. അപ്പോൾ നിന്റെ കൺവെട്ടത്ത് തന്നെ ഇവള് നിന്നോളും. ഇനി ഒരു തരികിട പണിക്കും ഇവളെ പോകാൻ നീ അനുവദിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇപ്പോഴാ എനിക്കൊന്ന് സമാധാനമായത്. ഓ, സമാധാനം പോലും കള്ളത്തന്ത പറയുന്നുണ്ടില്ലേ? ബാക്കിയുള്ളവരുടെ സമാധാനം പോയത് അച്ഛനറിയില്ലല്ലോ, ഞാനല്ലേ കിടന്ന് അനുഭവിക്കുന്നത്. ആ മോനെ, പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്തായാലും നീ അവളുടെ പ്രൊഫസറല്ലേ, അപ്പോൾ ഇന്നു മുതൽ ഇവൾക്ക് ഒരു ട്യൂഷൻ എടുക്കണം.
കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് സാധാരണ ട്യൂഷൻ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവൾക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഈ ഇടയായിട്ട് ഇവള് നല്ല ഉഴപ്പാണ്. ഇത്തിരി തരികിട ഉള്ള കൂട്ടത്തിലാണ് ഇവള്. തരികിട ഒപ്പിക്കാൻ ഇവള് ബെസ്റ്റാണ് മോനെ. ഏ ട്യൂഷനോ? ഞാനെന്താ കൊച്ചുകുട്ടിയാണോ? LKG-യിലും UKG-യിലും പഠിക്കുന്ന പിള്ളേരെ പോലെ ട്യൂഷൻ എടുക്കാൻ വേണ്ടി? എനിക്ക് ട്യൂഷനൊന്നും വേണ്ട, ഞാൻ സ്വന്തമായിട്ട് ഇരുന്ന് പഠിച്ചോളാം. ആ തൽക്കാലം ഈ കൊച്ചുകുട്ടി തന്നെയാ, പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി. ഇന്നു മുതൽ നീ അവൻ്റെ അടുത്ത് ട്യൂഷന് പോകണം. ഒന്നുകിൽ അവൻ നിന്റെ റൂമിൽ വരും, അല്ലെങ്കിൽ നീ അവൻ്റെ റൂമിൽ പോകണം. കേട്ടല്ലോ? അച്ഛൻ, ഞാൻ ഒറ്റയ്ക്കിരുന്ന് പഠിച്ചാൽ പോരെ, എന്തിനാ വെറുതെ പ്രൊഫസറിനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്? ഏയ് അർച്ചന, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. എനിക്ക് ബുദ്ധിമുട്ടാണെന്നോർത്ത് താൻ ടെൻഷൻ അടിക്കണ്ട. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ദേ കണ്ടോ, മോൻ ഒരു പ്രശ്നവുമില്ല. അപ്പൊ പിന്നെ നിനക്കെന്താ പഠിക്കാൻ പ്രശ്നം? ഇന്നു മുതൽ നീ അവൻ്റെ അടുത്ത് ട്യൂഷന് പോയേ പറ്റൂ. ഇതിലൊരു മാറ്റവും ഇല്ല. കേട്ടല്ലോ? കേട്ടു. ഇയാൾ എന്തിനാ എന്നെ പഠിക്കാൻ വിളിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്കിട്ട് പണിയനല്ലേ, തനിക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ നിനക്കുള്ള പണി വരാനിരിക്കുന്നേ ഉള്ളെന്ന്. വെയിറ്റ് ആൻഡ് സീ. മാധവേട്ടാ, നിങ്ങൾ ഇറങ്ങാറായോ? ആടോ, ഞങ്ങളിതാ ഇപ്പം ഇറങ്ങും. പിന്നെ ഞങ്ങളെ കാത്തിരിക്കണമെന്നില്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ നേരത്തെ. ഞങ്ങൾ എത്തുമ്പോൾ ഇച്ചിരി വൈകും. ആ ശരി മാധവേട്ടാ. പിന്നെ എന്തെങ്കിലും ദോഷമൊക്കെ ഉണ്ടോ എന്നുള്ളതെല്ലാം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. അത് ഞാൻ പ്രത്യേകം നോക്കാതിരിക്കുമോ? നമ്മുടെ മക്കളുടെ കാര്യമല്ലേ. എന്തായാലും ജോത്സ്യനെ കൊണ്ടൊന്ന് നോക്കിയതിന് ശേഷം അവരുടെ വിവാഹത്തിന്റെ മുഹൂർത്തം ഉടൻ തന്നെ കുറിച്ചെടുക്കണം. മാധവനാ പറഞ്ഞ കാര്യം ശരിയാ. ഇനിയും ഇങ്ങനെ കയറൂരി വിടുന്നതിൽ രണ്ടുപേരെ ഒരർത്ഥവുമില്ല. അതുകൊണ്ട് അവരെ ഉടൻ തന്നെ പിടിച്ച് കെട്ടിക്കണം. പിന്നെ രണ്ടുപേരും തമ്മിൽ പരസ്പരം മനസ്സിലാക്കേണ്ട പ്രത്യേക ഒരു സമയമൊന്നും ആവശ്യമായിട്ട് വന്നില്ലല്ലോ. ഓൾറെഡി അവർക്ക് രണ്ടുപേർക്കും നല്ലപോലെ അറിയാം. പിന്നെ ആ കാര്യത്തിൽ ടെൻഷനും വേണ്ട. അതുകൊണ്ട് അടുത്ത മുഹൂർത്തം തന്നെ നമുക്ക് പോയി തിരുമേനിയെ കണ്ട് കുറിക്കാം. എന്തു പറയുന്നു? ഞാനും മഹി പറഞ്ഞ ആ കാര്യത്തോട് യോജിക്കുന്നു. എത്രയും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ കുറച്ച് വേഗത്തിലാക്കണം. എന്നാ പിന്നെ നിങ്ങൾ വൈകാനായിട്ട് നിൽക്കണ്ട, ഇറങ്ങിക്കോളൂ ഇപ്പം തന്നെ. ആ പിന്നെ മാധവേട്ട, ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. അച്ചുമോളുടെ ജാതകം കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ വച്ചിട്ടുണ്ട്, അതുകൂടെ ഒന്ന് നോക്കണം. ആ അതെന്തായാലും നന്നായി. ഞാൻ ആ കാര്യം ചോദിക്കാൻ വിട്ടുപോയി. അച്ചുമോളുടെ മാത്രമല്ല, സംഗീതിന്റെ കാര്യം കൂടെ ചോദിക്കണം. ആ അതെന്തായാലും നന്നായി. ശരി, എന്നാ സമയം കളയുന്നില്ല, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക. നമസ്കാരം തിരുമേനി. വരിക അല്ലേ? ഇത് ആരാ ഈ വരണത്? മാധവനോ? ആ കൂടെ മഹിയുണ്ടോ? എന്നാ നാട്ടിലെത്തിയേ? ഞാനെത്തിയിട്ട് കുറച്ച് ദിവസമായി തിരുമേനി. പിന്നെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? സുഖമാണല്ലോ അല്ലേ? ദൈവ കടാക്ഷം കൊണ്ട് ഒരു കുഴപ്പവും ഇല്ലാതെ പോവാടോ. പിന്നെ എന്തേ ഈ വഴിക്ക് രണ്ടുപേരും?
ഈ വരവിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട് തിരുമേനി. കുട്ടികളുടെ ജാതകം ഒന്ന് നോക്കണം. പിന്നെ പിള്ളേരൊക്കെ വലുതായില്ലേ, വിവാഹപ്രായമൊക്കെ ആയി കഴിഞ്ഞിരിക്കുക. അപ്പോൾ അവരുടെ ജാതകം ഒന്ന് നോക്കി ഏറ്റവും അടുത്തൊരു മുഹൂർത്തം തന്നെ വിവാഹത്തിനായിട്ട് കുറിക്കണം. ആഹാ, അത് സന്തോഷമുള്ള കാര്യമാണല്ലോ മാധവ. എന്തായാലും ജാതകം ഇങ്ങോട്ട് വെച്ചോളാ, ഞാനൊന്ന് നോക്കട്ടെ. ആ ശരി തിരുമേനി. പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും 4 പേരുടെ ജാതകത്തിലും കാണില്ല. മഹിക്ക് 2 ആൺകുട്ടികളാണ് ഇല്ലേ? ആ തിരുമേനി, എനിക്ക് 2 ആൺകുട്ടികളും മാധവൻ 2 പെൺകുട്ടികളുമാണ്. ഉം. ആ പിന്നെ മാധവ, ആദ്യത്തെ 2 ജാതകങ്ങൾ, അതായത് അർച്ചനയുടെയും സംഗീതിൻ്റെയും ജാതകങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. 10-ൽ 10 പൊരുത്താണ് രണ്ടുപേരും തമ്മിലുള്ളത്. അതുകൊണ്ട് ഇവരുടെ വിവാഹം ഇപ്പൊ സമയം നോക്കിയാൽ അത്യുത്തമ സമയമാണ് നാം കാണുന്നത്. അയ്യോ തിരുമേനി ക്ഷമിക്കണം, ഞങ്ങൾ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് സാരംഗിൻ്റെയും അഞ്ജലിയുടെയുമാണ്, അല്ലാതെ അർച്ചനയുടെയും സംഗീതിൻ്റെയും അല്ല. തിരുമേനിക്ക് തെറ്റ് പറ്റിയതാണ്. എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല മാധവ. ശ്രീ മഹേശ്വരനായിട്ട് കാട്ടിത്തന്നാവും എൻ്റെ മുന്നിൽ ഈ കുട്ടികളുടെ ജാതകങ്ങൾ. പാർവതി പരമേശ്വരന്മാരെ പോലെ ഒന്നിക്കാൻ വിധിക്കപ്പെട്ടവരാണിവർ. ഇവരെ വേർപിരിക്കാനാവില്ല. തിരുമേനി, ഒരു പ്രശ്നമുണ്ട്. കുട്ടികൾ തമ്മിൽ അങ്ങനൊരു ഇഷ്ടമുള്ളതായിട്ടൊന്നും ഇതുവരെയും തോന്നിയിട്ടില്ല. മുഖത്തോട് മുഖം നോക്കിക്കഴിഞ്ഞാൽ രണ്ടെണ്ണം കീരിയും പാമ്പും പോലെയാ. ഇവരെ ഒന്നിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് എങ്ങനെയാന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. മാത്രമല്ല അവർ ഈ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാധവൻ ആ പറഞ്ഞ കാര്യമാണ് ശരി തിരുമേനി. കുട്ടികൾ ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നില്ല. തുടക്കത്തിലേ നാം പറഞ്ഞതല്ലേ മാധവനോടും മഹിയോടും ഇവർ രണ്ടുപേരും ഒന്നിക്കാനായി വിധിക്കപ്പെട്ടവരാണെന്ന്. ശ്രീ മഹാദേവൻ എന്തോ ഇവരിൽ കരുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഭഗവാന്റെ ഗീതമായിരിക്കണം എൻ്റെ മുന്നിൽ ഇങ്ങനെ ഇവരുടെ ജാതകങ്ങൾ തമ്മിൽ ചേർച്ചാപൂർവം എത്തിയത്. ഇല്ല, ഭഗവാന്റെ മായ, ഇല്ലാതെ ഇപ്പം എന്ത് പറയാനാ. 4 പേരുടെ വിവാഹവും ഒന്നിച്ച് നടത്തുന്നാവും നല്ലത്. പിന്നെ അഞ്ജലി മോൾക്ക് ഇപ്പോൾ വിവാഹയോഗം തന്നെയാണ് കാണുന്നത്. ആ മറ്റൊരു കാര്യം കൂടെ, അർച്ചന മോൾക്ക് ഇപ്പോൾ 23 വയസ്സ് കഴിയാറായിരിക്കുന്നു. ഇനിയും വിവാഹം വൈകിപ്പിച്ചാൽ കുട്ടിയുടെ വിവാഹം ഇനി 28-ാം വയസ്സിലേ നടക്കുള്ളൂ. എന്തായാലും ഭഗവാന്റെ നിശ്ചയം പോലെ എല്ലാം നടക്കട്ടെ. ഞങ്ങൾക്കായിട്ട് യാതൊരുവിധ എതിരഭിപ്രായവും ഇല്ല തിരുമേനി. എനിക്കും പ്രത്യേകിച്ച് എതിരഭിപ്രായങ്ങളൊന്നും ഇല്ല തിരുമേനി. എന്നാൽ നാം നല്ലൊരു മുഹൂർത്തം നോക്കി കുറിച്ചു തരണു. കാര്യങ്ങളൊക്കെ ഇത്തിരി വേഗത്തിലായിക്കോട്ടെ. കാരണം അർച്ചനയുടെ ജാതകവിധി പ്രകാരം 23-ാം വയസ്സ് കഴിയുന്നതിന് മുന്നേ തന്നെ വിവാഹം നടന്നിരിക്കണം. അപ്പോൾ നല്ലൊരു മുഹൂർത്തം തന്നെ നാം കുറിച്ചു തരാം. എല്ലാം മംഗളമായി തന്നെ ഭവിക്കും. ആ ശരി തിരുമേനി. ആ തിരുമേനി, എന്നാ ഞങ്ങളങ്ങോട്ട് ഇറങ്ങട്ടെ. ആ ശരി, എല്ലാം നല്ലതിനാണെന്ന് മാത്രം കരുതുക. ഡേ റോസി, നീ ഒരു കാര്യം അറിഞ്ഞോ? നമ്മുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ പുതിയൊരു പ്രൊഫസർ വന്നിട്ടുണ്ട്. ആള് വന്നിട്ട് കുറച്ച് ദിവസമായി. ചൂടനെന്നൊക്കെയാ കേട്ടത്. പക്ഷേ എൻ്റെ മോളെ അങ്ങേരെ കാണാൻ എന്നാ ഒരു ലുക്കാന്നറിയോ. ഇപ്പം ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ പെൺപിള്ളേരും അങ്ങേരുടെ പുറകെയാ. അങ്ങനെ വളക്കിടുന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് ഇപ്പം എല്ലാണോ നടക്കുന്നത്. ഈ പിള്ളേരൊക്കെ പറയുന്നത് ഞാനും കേട്ടായിരുന്നു. പക്ഷേ ഞാൻ ആളെ ഇതുവരെ കണ്ടില്ല. നീ കണ്ടോ അങ്ങേരെ? ഓ എൻ്റെ റോസി, ഞാൻ അങ്ങനെ കണ്ടായിരുന്നു.
അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. കണ്ടപ്പോൾ തന്നെ എൻ്റെ മോളെ എൻ്റെ കിളിയൊക്കെ പോയി. ഞാൻ എന്തായാലും അങ്ങേരെ വിടാൻ ഉദ്ദേശിച്ചിട്ടേയില്ല. ഞാൻ അങ്ങേരെ കൊണ്ടേ പോകൂ. നാൻസി, നീ ഇത്രയൊക്കെ പറയണമെങ്കിൽ എനിക്ക് ആ പ്രൊഫസറെ കണ്ടേ പറ്റൂ. അങ്ങേര് ഇപ്പൊ എവിടെ ഉണ്ട്? ഓ എൻ്റെ റോസി, നീ തിടുക്കം കൂട്ടല്ലേ. അങ്ങേര് ഇപ്പൊ വരും. അവിടെ ഒരു പ്രൊഫസറുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടതല്ലേ, അതുകൊണ്ടല്ലേ ഞാനിപ്പോ നിന്റെ അടുത്തേക്ക് ഓടി വന്നത്. അന്നമ്മോ, ഇവിടെ മൊത്തം കാട്ടുകോഴിയുള്ള സംസ്ഥാന സമ്മേളനമാണല്ലോ. പ്രൊഫസറിനെ പോലും വെറുതെ വിടാത്ത ജന്തുക്കള്. കോഴികൾ അത് ചിന്തിക്കാറില്ലല്ലോ അന്നമ്മ. അവർക്ക് പ്രൊഫസർ ആയാലും എന്താ, വേറെ ആരായാലും എന്താ. റോസി റോസി, ദേ വരുന്നു ആള്. അങ്ങോട്ട് നോക്ക്. എന്നാ ഒരു ലുക്ക. ഈശ്വരാ, എനിക്ക് വയ്യ. എടീ നാൻസി, നീ പറഞ്ഞപ്പോൾ ഇത്രയും ലുക്കുള്ളൊരു പ്രൊഫസർ ആയിരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാണാൻ എന്ത് രസം അയാളെ. മതി മതി. അതെ, എൻ്റെ ചെക്കനാ. അങ്ങോട്ട് നോട്ടിടാൻ നിൽക്കണ്ട കേട്ടോ മോളെ റോസി. എന്തൊരു ഒലിപ്പിരാടി അന്നമ്മ. ഇതൊന്നും കണ്ടിട്ട് എനിക്ക് തീരെ പിടിക്കുന്നില്ല. എൻ്റെ കാറ്റ്, നിനക്ക് മാത്രമല്ല എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാ ഒറ്റ ഒരെണ്ണം കൊടുക്കാൻ തോന്നുന്നത്. ഡി അച്ചു, നിനക്കിതൊന്നും കണ്ടിട്ട് ഒന്നും പറയാൻ തോന്നില്ലേ? ഇവളിതെങ്ങോട്ടായി പോകുന്നത്? ആർക്കറിയാം. നിന്നെ പോലെ തന്നെയാ ഞാനും നീ നോക്കിക്കൊണ്ടിരിക്കുന്നേ. നീ പുള്ളിക്കാരനോട് അങ്ങോട്ട് കയറി ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. സോ എനിക്കും നോക്കാം. പുള്ളിക്കാരൻ ആരെയാ ചൂസ് ചെയ്യുന്നെന്ന് നമുക്ക് നോക്കാം. അയ്യട മനമേ, അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. അയാൾ എനിക്കുള്ളതാ, എനിക്ക് മാത്രമുള്ളത്. ഈ നാൻസി ഒരു കാര്യം വിചാരിച്ച അത് നടത്തിക്കൊണ്ടേ പോകൂ. എന്നാ നീ കൊണ്ടോണ്ടേ പോകൂ. വാട്ട്? എന്താ നീ പറഞ്ഞത്? ഓ, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലായിരുന്നോ? നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ടേ പോകൂന്ന്. ഇപ്പം കേട്ടോ ശരിക്കും? നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? അല്ല, എന്തിനാണ് നിന്റെ ഈ ഭീഷണി? നാൻസിക്ക് ഭീഷണിയായിട്ടാണോ തോന്നിയത്? അപ്പോൾ അത് ശരിയായിരിക്കും. ഭീഷണിയാണെന്ന് തന്നെ നാൻസി കൂട്ടിക്കോ. പിന്നെ എന്തിൻ്റെ പേരിലാ നിന്നെ ഞാൻ ഭീഷണിപ്പെടുത്തിയെന്ന് അറിയണ്ടേ? ആ വരുന്ന മുതലിനെ നീ കണ്ടോ? അതായത് ഈ കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിപ്പിക്കുന്ന പ്രൊഫസർ. അങ്ങേരുടെ അടുത്ത് എങ്ങാനും നിൻ്റെ കോഴിത്തരം അഴിച്ചു വിടാം, അങ്ങേരെ വളച്ച് പോക്കറ്റിലാക്കാം എന്നൊക്കെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നു നാൻസിയോട് ഞാൻ വാർണിംഗ് ആയിട്ട് പറയുക, അതങ്ങ് എട്ടായിട്ട് മടക്കി പോക്കറ്റിൽ വെക്കുന്നതാണ് നല്ലത്. നിൻ്റെ കോഴിത്തരം എങ്ങാനും അങ്ങേരുടെ അടുത്ത് അഴിച്ചു വിടാൻ വല്ല തീരുമാനം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിൻ്റെ ദൃഷ്ടി എങ്ങാനും പതിഞ്ഞെന്ന് ഞാൻ അറിയുകയോ കാണുകയോ ചെയ്താൽ, പിന്നെ ഈ മാന്യമായ സംസാരവും കൂടിക്കാഴ്ചയൊന്നും നമ്മൾ തമ്മിലുണ്ടാകത്തില്ല. ആട്ടിച്ച് നിൻ്റെ കാരണം ഞാൻ പുകയ്ക്കും. പറഞ്ഞില്ല, അറിഞ്ഞില്ല, കണ്ടില്ല, കേട്ടില്ല എന്നൊന്നും നാൻസി പറയരുത്. ഓക്കേ? ഓ, അപ്പോൾ വലിയ രീതിയിലെ ഭീഷണി തന്നെയാണല്ലോ. ഇതൊക്കെ പറയാൻ അയാൾ നിന്റെ ആരാ? ദേ നാൻസി പിന്നെയും തുടങ്ങി. നിനക്കിപ്പോൾ അയാൾ എൻ്റെ ആരാന്നറിയണം, അത്രയല്ലേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, അയാൾ എൻ്റെ മുറച്ചെറുക്കനാണ്. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡ് ആകാൻ പോകുന്ന ആളാണ്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ തമ്മിൽ അഗാധമായ പ്രണയത്തിലാണ്. മനസ്സിലായോ? ഇത്രയൊക്കെ പോരെ? ഫ്യൂച്ചർ ഹസ്ബൻഡോ? അല്ല, പ്രണയത്തിലോ? അതൊക്കെ ഇപ്പോ ആർക്കറിയാം. ഇവളെന്താ ഇങ്ങനെയൊക്കെ കയറി പറയുന്ന അവളോട്? അത് നീ മാത്രം പറഞ്ഞാൽ മതിയോ? തൽക്കാലം ഞാൻ മാത്രം പറഞ്ഞാൽ മതി. പിന്നെ സംശയം ഉണ്ടെങ്കിൽ ഇവരോട് ചോദിക്ക്, ഇവർക്കറിയാലോ. ഞങ്ങൾക്കോ? അതെ, അവര് തമ്മിൽ റിലേഷൻഷിപ്പില്ല അല്ലേ? അതെ അതെ, അവരൊരു വിവാഹം കഴിക്കാൻ പോകുന്നവരാ. ഇവളുമാരൊക്കെ നിന്റെ ശീലകളല്ലേ?
നീ പറഞ്ഞ് പറയിക്കില്ല എന്ന് ആര് കണ്ടു? അതുകൊണ്ട് ഇതൊന്നും കണ്ട ഞാൻ വിശ്വസിക്കില്ല. ആ പ്രൊഫസർ വന്ന് നേരിട്ട് പറയട്ടെ, അപ്പോൾ ഞാൻ വിശ്വസിക്കാം. നിനക്കിപ്പോൾ എന്ത് വേണം? നിനക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമില്ല. പ്രൊഫസർ വന്ന് നേരിട്ട് പറഞ്ഞാലേ നീ വിശ്വസിക്കൂ. അത്രയല്ലേ ഉള്ളൂ. ദൈവമേ, ഇവളെന്തിനുള്ള പുറപ്പാടായി കാണിക്കുന്നേ? ഇവൾ ഒരുമ്പെട്ട മോളെ അന്നാ ഇറങ്ങിയിരിക്കുന്നേ. ഇത് നമ്മുടെ കയ്യിലൊന്നും നിൽക്കൂല. കണ്ടു തന്നെ അറിയണം. പറഞ്ഞ് മാത്രം പോരാ, ചെയ്ത് കാണിക്കണം. വെയിറ്റ് ആൻഡ് സീ മോളെ നാൻസി. സംഗീതേട്ടാ, ഏട്ടനാ? അതിപ്പോ എന്തോ പണി വരുന്നുണ്ട്. എന്താ കാര്യം? സോറി സംഗീതേട്ടാ, ഇവിടെ വച്ച് അങ്ങനെ വിളിക്കാൻ പാടില്ലല്ലേ. പ്രൊഫസറെ, ഈ നാൻസിക്കൊരു സംശയം. നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നും വിവാഹം കഴിക്കാൻ പോവാണെന്നും ഒക്കെ പറഞ്ഞിട്ട് അവൾ വിശ്വസിക്കുന്നില്ല. അവൾക്ക് പ്രൊഫസറിൻ്റെ വായിന്ന് തന്നെ കേൾക്കണമെന്ന് ഒരേ നിർബന്ധം. എന്തോന്ന്? റിലേഷൻഷിപ്പിലോ? കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടോ? നീ എന്തൊക്കെ പറയുന്നേ? മര്യാദയ്ക്ക് സമ്മതിച്ച അല്ലേലേ ഞാൻ ഇവരുടെ മുന്നേ വെച്ച് നിങ്ങളെ കിസ്സടിക്കും. അതിലും വലിയ നാണക്കേട് വേറൊന്നുമില്ല. അറിയാലോ, എനിക്ക് നാണമാനൊന്നുമില്ലാന്ന്. ഓക്കെ, അക്ക എല്ലാം പറഞ്ഞ പോലെ. ശരി. അർച്ചന പറഞ്ഞതൊക്കെ ശരിയാ. അർച്ചന ഞാനും തമ്മിൽ റിലേഷൻഷിപ്പിലാ. ഞങ്ങൾ ഉടനെ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നവരാ. നാൻസിയുടെ സംശയമൊക്കെ തീർന്നല്ലോ അല്ലേ? ഇതിപ്പോ ഇങ്ങനെയായോ? സാർ ഇങ്ങനെയൊന്നും വന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെയാണെങ്കിൽ സാർ പ്രൂവ് ചെയ്ത് കാണിക്കുക. അല്ലാതെ ഇവൾ സാറിനോട് എന്തോ പറഞ്ഞു, അതുകൊണ്ട് സാറ് ഇങ്ങനെ പറയുന്നെന്ന് എനിക്ക് മനസ്സിലായി. ഓ റിയലി? എന്നാ നീ ഇപ്പൊ കണ്ടോ? എന്റെ വ്യാകുല മാതാവേ, അങ്ങേര് കിസ്സടിച്ച്. പിന്നെ നാൻസി, ഇത് നിന്റെ മുന്നിൽ പ്രൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഇത് നിന്റെ മുന്നിൽ കാണിച്ചത് നീ ഇവിടെ കിടന്ന് വാചക കസരത്ത് നടത്തിയത് മാത്രമാണ്. പിന്നൊരു കാര്യം, ഈ കാര്യം പലരിടത്തും പോയി പറഞ്ഞ് എനിക്കൊരു നാണക്കേട് ഉണ്ടാക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നാൻസി, ഇപ്പൊ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. ആൻഡ് അർച്ചന, അവൾ എന്റെ പെണ്ണാണ്. അവളോട് ഇനി എന്തെങ്കിലും കയർത്ത് സംസാരിക്കാൻ നിന്ന എന്റെ സ്വഭാവം, ശരിക്കുള്ള സ്വഭാവം നീ അറിയും. ബേബി, ആർ യു ഹാപ്പി? എന്നാ സംഗീതത്തിന് ക്ലാസ്സിലോട്ട് പോവാ. ബൈ.